ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റസ്ഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അധികം ഓയിലൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാനും പറ്റും. പിന്നെ അത് പറഞ്ഞാൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് തന്നെ നമ്മളിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്പ്രിംഗ് ചിക്കൻ അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിക്കോയി എന്നൊക്കെ പറയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ബ്രോയിലർ ചിക്കൻ എടുത്ത് ഉണ്ടാക്കിയാലും മതി. ഫസ്റ്റ് ഞാൻ ബ്രോയിലർ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു കസിൻ പറഞ്ഞു തന്നത് തന്നെയാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ പറഞ്ഞ് ഇതുപോലെ ഈ ഒരു ചിക്കൻ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവരത് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റായി തോന്നിയിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതും വെച്ചിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇത് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ രണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏത് വെച്ചിട്ടും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് ചിക്കനൊക്കെ നന്നായിട്ട് വാഷൊക്കെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഫസ്റ്റ് നമ്മളിത് എന്ത് ചെയ്യുക ചെയ്യണമെന്ന് വെച്ചാൽ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് കുക്കറിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 2 പച്ചമുളക് കേട്ടോ. ഇതാ ഞാൻ ഇതുപോലെ സെൻറ്റർ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഒരു അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളകാണ് അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കേട്ടോ. വല്ലാണ്ട് ഓവർ എരിവൊന്നും വേണ്ട, ഒരു അത്യാവശ്യം എരിവുള്ളത് മതി. പിന്നെ അതാ 1 ടീസ്പൂണോളം ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് പേസ്റ്റ് ആഡ് ചെയ്യണേക്കാട്ടിലും ഈ ഒരു കട്ട് ചെയ്തിടണതാണ് നല്ലത്. എന്താ വെച്ചാൽ ഓവർ അതിൻ്റെ ടേസ്റ്റ് വരണ്ടെന്ന് കരുതിയിട്ടാണ്. പിന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടിയാണ്. അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം തന്നെ വെളിച്ചെണ്ണയാണ്. നമ്മൾ ആകെ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് കേട്ടോ. വേറെ ഒന്നും നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നില്ല, ഇത് മാത്രം മതി. ആ 2 ടേബിൾ സ്പൂണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതൊന്ന് വേവാനും കൂടിയുള്ള വെള്ളമാണ്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കുക്കറിലിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലിട്ടിട്ട് മിക്സ് ചെയ്തതിനു ശേഷം കുക്കറിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്താലും മതിയേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ട് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ആ ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് മൂടി വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് 2 വിസിൽ മാത്രം അടിച്ചാൽ മതി. ആ ഒരു 2 വിസിൽ കൊണ്ട് തന്നെ ഈ ചിക്കന് വേവായിട്ട് വരും. അപ്പോൾ 2 വിസിലടിച്ച് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ആ എയർ പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് 2 വിസിലൊക്കെ അടിച്ച് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതിൽ കണ്ടില്ലേ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നമ്മളതിൽ ആകെ 2 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു ചിക്കനിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അത് തള്ളിയിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിതൊരു പാനിലോട്ട് അങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് അങ്ങ് കൊട്ടി കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ വെള്ളം ഒന്നങ്ങ് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണ്ട, വല്ലാണ്ടിട്ട് ഇളക്കണ്ട. എന്നാലും അങ്ങനെ ആകുമ്പോൾ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ആ ഒരു വെള്ളത്തിലുള്ള ആ ഒരു ടേസ്റ്റ് മുഴുവൻ നമ്മുടെ ചിക്കൻ്റെ പീസുമ്പോൾ കവർ ചെയ്ത് പിടിക്കണ്ട. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിന്നിട്ട് അങ്ങ് വെള്ളം വറ്റിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ആ ചിക്കൻ വേവുന്നതിൻ്റെ ഒപ്പം തന്നെ ഒഴിച്ചു കൊടുത്തതുകൊണ്ട് ആ ടേസ്റ്റൊക്കെ നമ്മൾ ആ ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈക്ക്. ഇതുപോലെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല, വളരെ ഈസിയാണ്. ഇതുപോലെ ഒരു ട്രാവൽ ഉണ്ടാക്കിയാൽ പിന്നെ ഇങ്ങനെ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി എടുക്കുന്നുണ്ടാവുള്ളൂ, അത്രയ്ക്ക് ഈസിയാണേ. ഇപ്പോൾ ഇതാ ഏകദേശം ഇതിങ്ങനെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, നമ്മുടെ ആ ചിക്കനിലൊക്കെ അത് കോട്ട് ചെയ്ത് പിടിക്കാനും കൂടെ വേണ്ടിയിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെയുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യട്ടെ. എന്നാൽ മാത്രമേ അതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളേ. ഇപ്പോൾ അത് നന്നായിട്ട് വറ്റിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ആ ഒരു വെളിച്ചെണ്ണ ഒക്കെ അതിൽ തള്ളി വന്നിട്ടില്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ശരിക്കും ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവുക. കണ്ടില്ലേ ആ ഒരു കളറും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എന്തായാലും നിങ്ങൾക്കും ഇഷ്ടമാവും കേട്ടോ. ഇത് നമുക്ക് ഏതിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാം. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് റൈസ് ഐറ്റംസിൻ്റെ കൂടെ കേട്ടോ. നമുക്ക് ചോറാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി അതിൻ്റെ ഒക്കെ കൂടെ അത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുകയാണ്. ഇത്രയും മതി. അപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ വളരെ ഈസിയല്ല ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.